നമസ്കാരം. വടകര പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കാലത്ത് നാടിനെ ആകെ വർഗീയമായി വിഭജിക്കാനും ജനങ്ങൾക്കിടയിൽ പരസ്പരം വിദ്വേഷമുണ്ടാക്കാനും വേണ്ടി കമ്മ്യൂണിസ്റ്റ് സൈബർ മാഫിയകൾ കെട്ടിച്ചമച്ച ഒന്നാന്തരം വ്യാജരേഖയായിരുന്നു കാഫിർ സ്ക്രീൻഷോട്ട്. മുൻ പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് ഈ കേസ് അന്വേഷിച്ച പോലീസ് പ്രതികൾ തങ്ങളുടെ സ്വന്തം പാർട്ടിക്കാരാണെന്ന് മനസ്സിലായതോടെ കേസ് അട്ടിമറിക്കാനും ഫയലുകൾ ഒതുക്കാനുമാണ് ശ്രമിച്ചത്. എന്നാൽ ഭരണം മാറി വി.ഡി. സതീശന്റെ നേതൃത്വത്തിലുള്ള പുതിയ യു.ഡി.എഫ് സർക്കാർ അധികാരത്തിലെത്തിയതോടെ കാര്യങ്ങളെല്ലാം കീഴ്മേൽ മറിഞ്ഞിരിക്കുകയാണ്. പുതിയ സർക്കാർ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘം ഈ കേസിൽ അതീവ ശക്തമായ അന്വേഷണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അന്വേഷണം ഉന്നത ഡിവൈഎഫ്ഐ നേതാക്കളിലേക്ക് നീളുന്നു എന്ന് ബോധ്യപ്പെട്ടതോടെ ഇത്രയും കാലം അഹങ്കാരത്തോടെ പ്രസംഗിച്ച് നടന്ന ഡിവൈഎഫ്ഐ വടകര ബ്ലോക്ക് പ്രസിഡന്റ് റിബേഷ് രാമകൃഷ്ണൻ കഴിഞ്ഞ ദിവസം പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകുന്നതിന് തൊട്ടുമുന്നേ തന്റെ ഭാരവാഹിത്വം നാണം കെട്ട് ഒഴിഞ്ഞിരിക്കുകയാണ്. SIT അന്വേഷണം തുടങ്ങി കുരുക്ക് മുറുകുമെന്ന് ഉറപ്പായപ്പോഴുള്ള ഈ ഒരു ഒളിച്ചോടൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തനി നിറമാണ് തുറന്നു കാട്ടുന്നത്. ഈ നാടകത്തിന്റെ ആഴം നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ശനിയാഴ്ചയാണ് റിബേഷ് രാമകൃഷ്ണൻ ഡിവൈഎഫ്ഐ വടകര ബ്ലോക്ക് പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞത്. ഭാരവാഹിത്വം ഒഴിഞ്ഞെങ്കിലും ബ്ലോക്ക് കമ്മിറ്റി അംഗമായി തുടരുമെന്നാണ് പറയുന്നത്. പാർട്ടിക്ക് കൂടുതൽ നാണക്കേട് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നേതൃത്വം തന്നെ ഇടപെട്ട് ഇയാളെ കൊണ്ട് രാജിവെപ്പിച്ചതാണെന്ന് വ്യക്തമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ റിബേഷ് രാമകൃഷ്ണൻ, മനീഷ്, അതുൽ എന്നിവരെയാണ് പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചു വരുത്തിയത്. ഇതിൽ അതുലും മനീഷുമെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഔദ്യോഗിക സൈബർ വിങ്ങിലെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലെ പ്രധാനികളാണ്. ചോദ്യം ചെയ്യലിൽ ഇവർ നൽകിയ മൊഴികളിൽ കടുത്ത വൈരുദ്ധ്യങ്ങളാണുള്ളതെന്ന് പോലീസ് നൽകുന്ന സൂചന. ഈ സ്ക്രീൻഷോട്ട് ആദ്യമായി ആര് നൽകിയതാണെന്ന കാര്യത്തിൽ ഇപ്പോഴും ഇവർ കൃത്യമായ മറുപടി നൽകാതെ അവ്യക്തത തുടരുകയാണ്. മുൻപ് നൽകിയ മൊഴികളിൽ നിന്നും വിഭിന്നമായി പുതിയ SITക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്നതോടെ ഗ്രൂപ്പുകളിൽ നിന്നും ഫോർവേഡ് ചെയ്ത് കിട്ടിയതാണെന്ന പഴയ കള്ളം ആവർത്തിച്ച് രക്ഷപ്പെടാനാണ് ഈ സൈബർ ക്രിമിനലുകൾ ശ്രമിക്കുന്നത്. കേസിൽ വ്യാജ മൊഴികൾ നൽകി പോലീസിനെ പറ്റിക്കാമെന്ന് ഈ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഇനി വിചാരിക്കേണ്ട കാര്യമില്ല. കാരണം ഈ സാഹചര്യത്തിൽ ഡിജിറ്റൽ തെളിവുകൾ മാത്രമാണ് അന്വേഷണ സംഘത്തിന് മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വഴി. പ്രതികളിൽ നിന്നും പിടിച്ചെടുത്ത മൊബൈൽ ഫോണുകളുടെ ശാസ്ത്രീയ ഫോറൻസിക് പരിശോധനാ ഫലം ഉടൻ ലഭ്യമാകുമെന്നാണ് സൂചനകൾ വ്യക്തമാക്കുന്നത്. ഫോറൻസിക് റിപ്പോർട്ട് പുറത്തു വരുന്നതോടെ ഈ വ്യാജ കാഫിർ സ്ക്രീൻഷോട്ട് ആദ്യമായി നിർമ്മിച്ച സ്മാർട്ട് ഫോൺ ഏതാണെന്നും ഇത് പ്രചരിപ്പിച്ച ആദ്യത്തെ IP അഡ്രസ് ഏതാണെന്നും കൃത്യമായി കണ്ടെത്താനാകും. അതിലൂടെ ഈ നാണംകെട്ട വർഗീയ നാടകത്തിന് പിന്നിലെ യഥാർത്ഥ മാസ്റ്റർ മൈൻഡ് ആരാണെന്ന് കോടതിക്ക് മുന്നിൽ തെളിയും. UDF സ്ഥാനാർത്ഥിയായിരുന്ന ഷാഫി പറമ്പിലിനെ വ്യക്തിഹത്യ ചെയ്യാനും വോട്ടർമാരെ മതാടിസ്ഥാനത്തിൽ ഭിന്നിപ്പിക്കാനും വേണ്ടി ഇത്തരം ഒരു ഹീനമായ മാർഗം സ്വീകരിച്ച കമ്മ്യൂണിസ്റ്റ് സൈബർ ഗുണ്ടകൾക്ക് ഇനി നിയമത്തിൽ നിന്നും ഒളിച്ചോടാൻ കഴിയില്ല. മുൻപ് തങ്ങളെ ചോദ്യം ചെയ്ത പോലീസുകാരെ സ്വാധീനിച്ച് രക്ഷപ്പെടാൻ നോക്കിയവർക്ക് പുതിയ SITയുടെ പ്രൊഫഷണൽ അന്വേഷണത്തിന് മുന്നിൽ മുട്ടുമടക്കേണ്ടി വന്നിരിക്കുകയാണ്. കേരളത്തിലെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇത്രയും മ്ലേച്ഛമായ ഒരു സൈബർ അക്രമം വേറെ നടന്നിട്ടില്ല. തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടി ഏത് വർഗീയ കാർഡും ഇറക്കാൻ മടിക്കാത്ത ഒരു പാർട്ടിയാണ് തങ്ങളെന്ന് കമ്മ്യൂണിസ്റ്റുകാർ ഇതിലൂടെ തെളിയിച്ചിരുന്നു. അന്ന് ഇതിനെതിരെ ജനങ്ങൾ ശക്തമായി പ്രതികരിക്കുകയും വടകരയിൽ UDFന് വമ്പൻ വിജയം സമ്മാനിക്കുകയും ചെയ്തു. ഭരണം മാറിയതോടെ ഈ കേസ് കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ആഭ്യന്തര വകുപ്പ് തീരുമാനിച്ചതിന്റെ ഫലമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. സാക്ഷികളുടെയും സംശയിക്കപ്പെടുന്നവരുടെയും മുൻകാല മൊഴികളും പുതുതായി രേഖപ്പെടുത്തിയ മൊഴികളും തമ്മിലുള്ള വൈരുദ്ധ്യങ്ങൾ വിശദമായി പരിശോധിച്ചു വരികയാണ് അന്വേഷണ സംഘം. മുൻ പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് ഈ കേസ് അന്വേഷിച്ച പോലീസ് പ്രതികൾ തങ്ങളുടെ സ്വന്തം പാർട്ടിക്കാരാണെന്ന് മനസ്സിലായതോടെയാണ് കേസ് അട്ടിമറിക്കാനും ഫയലുകൾ ഒതുക്കാനായി ശ്രമിച്ചത്. എന്നാൽ ഭരണം മാറി വി.ഡി. സതീശന്റെ നേതൃത്വത്തിലുള്ള പുതിയ UDF സർക്കാർ അധികാരത്തിലേറിയതോടെ കാര്യങ്ങളെല്ലാം കീഴ്മേൽ മറിഞ്ഞിരിക്കുകയാണ്. പുതിയ സർക്കാർ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘം ഈ കേസിൽ അതീവ ശക്തമായ അന്വേഷണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അന്വേഷണം ഉന്നത ഡിവൈഎഫ്ഐ നേതാക്കളിലേക്ക് നീളുന്നു എന്ന് ബോധ്യപ്പെട്ടതോടെ ഇത്രയും കാലം അഹങ്കാരത്തോടെ പ്രസംഗിച്ചു നടന്ന ഡിവൈഎഫ്ഐ വടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് റിബേഷ് രാമകൃഷ്ണൻ കഴിഞ്ഞ ദിവസം പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകുന്നതിന് തൊട്ടു മുന്നെയാണ് തന്റെ ഭാരവാഹിത്വം നാണം കെട്ട് ഒഴിഞ്ഞത്. മൊബൈൽ ഫോണുകളുടെ ഫോറൻസിക് പരിശോധനാ ഫലം പുറത്തു വരുന്നതോടെ ഈ വ്യാജ സ്ക്രീൻഷോട്ട് ആദ്യമായി ഉണ്ടാക്കിയ കമ്മ്യൂണിസ്റ്റ് മാസ്റ്റർ മൈൻഡ് ആരാണെന്ന് കേരളത്തിന് മുന്നിൽ വ്യക്തമാകും. രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി നാടിനെ വിഭജിക്കാൻ നോക്കിയ ഈ സൈബർ ഗുണ്ടകളെ മുഴുവൻ നിയമത്തിന് മുന്നിൽ വിചാരണ ചെയ്ത് അർഹമായ ശിക്ഷ വാങ്ങി നൽകുക തന്നെ ചെയ്യും.